പത്രത്തിൻ്റെ രക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം രാധയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് രാജേട്ടനോ അനിയൻകുട്ടനോ ഒന്നും ഇഷ്ടമല്ല. അവരുടെ മനസ്സിൽ എപ്പോഴും വിക്രമിൻ്റെ ഭാര്യ വേദ തന്നെയാണ്. വിക്രമിനോട് വേദയോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് കൂട്ടുകാർക്ക് എല്ലാം അറിയാം. വിക്രം അത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നും അവർക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാധയെ തട്ടിക്കൊണ്ടു പോയിട്ടാണെങ്കിലും ഈ വിവാഹം മുടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിവാഹം നടക്കുന്ന അമ്പലത്തിന് മുന്നിൽ അവരെത്തുന്നുണ്ട്. പെട്ടെന്നാണ് അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന റൗഡികളെ അവർ കാണുന്നത്. രാജേട്ടൻ പറയുന്നുണ്ട്, കണ്ടില്ലടാ, ശ്രീയുടെ ആൾക്കാരാണ്, അവനായിരിക്കും ഈ ഗുണ്ടകളെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വാ, നമുക്ക് അകത്തേക്ക് കയറാം എന്നും പറഞ്ഞുകൊണ്ട് കവാടത്തിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് അവർ തടയുന്നുണ്ട്. ഹേയ്, നിങ്ങൾ എങ്ങോട്ടാ? എന്താ ഒരൊന്നും നോക്കാതെ അകത്തേക്ക് കയറാമെന്നാണോ ചിന്തിച്ചത്? നിങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. വേഗം രാജേട്ടൻ കയ്യിലുണ്ടായിരുന്ന ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാറേ, ഞങ്ങളിവിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഇൻവിറ്റേഷനാണ്. പക്ഷേ ഇവർ ഞങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. നിങ്ങളെന്താ ഇവിടെ ഗുണ്ടകളെയും വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് നോക്കിക്കൊണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇവരെല്ലാം തടയുന്നത്? ജഡ്ജ് സാർ പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവരെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജേട്ടനെ അനിയൻകുട്ടനെല്ലാം അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട്. അനിയൻകുട്ടൻ രാജേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല, നമുക്ക് നമ്മുടെ വിക്രമിൻ്റെ വിവാഹം മുടക്കണമെങ്കിൽ നമ്മുടെ രാധയെ കടത്തണം. ഏതെയും ശക്തിയുമായിട്ടുള്ള വിവാഹം മുടക്കണമെങ്കിൽ ശക്തിയെയും ഇവിടെ നിന്നും പോക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെ ആരും കാണാതെ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ രാജേട്ടൻ പറയുന്നുണ്ട്, ശക്തിയെ പൊക്കുന്ന കാര്യം വളരെ കഷ്ടമാണ്. അവിടെ ഫുള്ള് പോലീസാണ്, അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ജഡ്ജി അദ്ദേഹം. പക്ഷേ നമുക്ക് രാധയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാം. എന്നാൽ വിക്രമിൻ്റെ വിവാഹമെങ്കിലും മുടക്കാമല്ലോ. അങ്ങനെ നമ്മുടെ വിക്രം ചെന്ന് നമ്മുടെ വേദയെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നോളും എന്നിങ്ങനെ പറയുന്ന സമയത്ത് ശരിയാ എന്ന് പറഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ രാധയെ കാണുന്നത്. അനിയൻകുട്ടൻ പറയുന്നുണ്ട്, നോക്കി രാജേട്ടാ, രാധ ഏതാ തനിച്ച് നിൽക്കുന്നു, നമുക്ക് അവളുടെ അടുത്തേക്ക് ചെന്നാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രാധയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ രാധേ, നീ ആർക്കാ ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ടിനാ. എന്താ രാജേട്ടാ, നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ അമ്പലത്തിനകത്തേക്ക് കയറുവെന്ന് എന്ന് ചോദിക്കുന്നു. എന്താ രാധേ, നിൻ്റെ വിവാഹമായിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ? അല്ല, ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. രാജേട്ടൻ പറയുന്നുണ്ട്, രാധേ, എൻ്റെ കയ്യിൽ ഒരു സെൻ്റ് ഉണ്ട്. വിക്രമിന് സെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ അവനക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൂടാൻ വേണ്ടി നിനക്ക് വേണ്ടി ഒരു പ്രസൻറ്റ് തരാൻ വേണ്ടി ഞങ്ങളൊരു സെൻ്റ് ടവലിൽ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നീ ഇതൊന്ന് മണത്ത് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിലിരിക്കുന്ന ടവലിൽ കുറച്ച് സെൻറ്റ് തേച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മയക്കുമരുന്നാണ്. അവർ രാധയെ ബോധം കെടുത്താനുള്ള എന്തോ ലിക്വിഡാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ രാജേട്ടൻ അതെടുത്ത് രാധയുടെ നേരെ നീട്ടുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ആണോ, വിക്രമിന് അത്രയ്ക്ക് സ്മെല്ലൊക്കെ ഇഷ്ടമാണോ? എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ടവലെടുത്ത് പെട്ടെന്ന് തന്നെ അത് മണത്ത് നോക്കാനായി മൂക്കിന് അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുമ്പോഴേക്കും രാധയുടെ അച്ഛൻ, മോളെ രാധേ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? അമ്മ എവിടെ? അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് രാധ പറയുന്നുണ്ട്, അമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു വെച്ചാ, പെട്ടെന്ന് എങ്ങോട്ടൊക്കെ പോയത്? നമുക്ക് ചെന്ന് നോക്കാം, അച്ഛൻ വാ എന്നും പറഞ്ഞുകൊണ്ട് രാജേട്ടൻ്റെ കയ്യിൽ ആ ടവൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അച്ഛനെയും കൂട്ടി രാധ അവിടെ നിന്നും പോകുന്നു. വേദ റെസ്റ്റ് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും വിക്രം എന്നെ രക്ഷിക്കാൻ വരും, എനിക്കത് ഉറപ്പാണ്. അവനിക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവൻ എന്നെ വിളിക്കാനായിട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ശക്തി എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുന്നേ തന്നെ ദൈവമേ, വിക്രമിനെ ഇങ്ങോട്ടേക്ക് അയക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആരോ വാതിൽ തള്ളി തുറന്നങ്ങ് വരുന്നത്. വേദ നോക്കുന്ന സമയത്ത് അത് നമ്മുടെ വിക്രമായിരിക്കും. വിക്രമാണെങ്കിൽ വേദയെ ഒരിക്കലും ഈ റൂമിൽ പ്രതീക്ഷിക്കുന്നില്ല. വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വേദയാണെങ്കിൽ, വിക്രം, ഞാനിപ്പോൾ നിന്നെപ്പറ്റി ചിന്തിച്ചതേയുള്ളൂ. നീ എന്നെ വിളിക്കാനായിട്ട് വന്നതാണോ? ഞാൻ ഇപ്പം തന്നെ നിൻ്റെ കൂടെ ഇറങ്ങി വരാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് വിക്രം വേദയോട് പറയുന്നു, അതെ, സോറി വേദേ, ഞാൻ റൂം മാറിയതാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്,
ആണോ? നീ റൂം മാറി വന്നത് തന്നെയാണോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, ഞാൻ റൂം മാറി വന്നതാണ്, സോറി എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. പെട്ടെന്നാണ് ശക്തി തോളിൽ തട്ടി വിളിക്കുന്നത് വിക്രമിൻ്റെ. ഏയ് വിക്രം, നീ എന്താടാ റൂം മാറി വന്നതാണോടാ? എന്തായാലും കുഴപ്പമില്ലടാ, അങ്ങനെയായാലും കുഴപ്പമില്ല, നീ അകത്തേക്ക് കയറിയിരിക്ക്. നിന്റെ ഭാര്യ ആവാൻ പോകുന്ന നമ്മുടെ ആ ഓട്ടോക്കാരി റൗഡി പെണ്ണില്ലേ, അവളെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്ക്. നമുക്ക് 4 പേർക്കും കൂടി കുറച്ച് സംസാരിക്കാം. എന്തായാലും മുഹൂർത്തത്തിന് അല്പസമയം കൂടി ബാക്കിയില്ലേ, നീ അവളെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രമും വേദ ഒന്നും മിണ്ടുന്നില്ല. വേദയുടെ കണ്ണിൽ നിന്നാണ് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. വേദ തിരിഞ്ഞു നിന്ന് അത് തുടയ്ക്കുന്നുണ്ട്, ആരും കാണാതെ. പെട്ടെന്ന് ഒരു തമാശയ്ക്കാണെങ്കിൽ കൂടി ശക്തി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ റൂമ് മാറി വന്നത് വന്നു, ഇനിയിപ്പോൾ നിൻ്റെ പെണ്ണിനെ നീ ആള് മാറി താലി കെട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ താലി അങ്ങ് മാറ്റി ഞാൻ വേറൊരു താലി എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ അങ്ങ് കെട്ടും, എന്നിട്ട് അവളെയും കൊണ്ട് ഞാനങ്ങ് UK പറക്കും എന്നിങ്ങനെ പറയാട്ടോ. ശക്തി ചിരിക്കുന്നുണ്ട്. എന്നാൽ വിക്രമിനും വേദയ്ക്കും ചിരിയൊന്നും വരുന്നില്ല. അവരുടെ മനസ്സിങ്ങനെ ഉരുകുന്നുണ്ട്. വാ വിക്രം, എന്തായാലും നിന്നെ ഞാൻ റൂമിലാക്കിയിട്ട് വരാം, വാടാ എന്നും പറഞ്ഞുകൊണ്ട് ശക്തി വിക്രമിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അങ്ങ് റൂമിലേക്ക് നടന്നു പോകുന്നുണ്ട്. രാജേട്ടനും അനിയൻകുട്ടനുമെല്ലാം രാധയെ പൊക്കിക്കൊണ്ടുപോകാൻ വേണ്ടി തന്നെ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ബോധം കെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് രാധയുടെ അച്ഛൻ അങ്ങ് ചാടുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിങ്ങളെന്താ അവളുടെ പിറകെ നടക്കുന്നത് എന്നങ്ങ് ചോദിച്ചതും നമ്മുടെ രാജേട്ടൻ പോക്കറ്റിലിരുന്ന ടവലെടുത്ത് രാധയുടെ അച്ഛൻ്റെ മുഖത്തങ്ങ് അമർത്തുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലടിച്ചത് കൊണ്ട് തന്നെ രാധയുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് ബോധം കെടുന്നുണ്ട്. അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ രാജേട്ടാ ഈ ചെയ്തത്, എന്തിനാ ഇങ്ങനെ ചെയ്തേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ബോധം കെട്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാജേട്ടൻ പറയുന്നുണ്ട്, എടാ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല, ഇയാൾ എന്താ പറയുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി, ഇങ്ങനെ ചെയ്തു പോയടാ. എന്തായാലും നമുക്ക് ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇയാളെ മാറ്റാം, ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ കിടക്കും, പിന്നെ അങ്ങ് എഴുന്നേറ്റ് പോയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അധികം വരാത്തൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ അവർ അയാളെ പിടിച്ചുകൊണ്ടുപോയി കിടത്തുന്നുണ്ട്. രാധയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. രാധയുടെ അമ്മ പെട്ടെന്ന് തന്നെ രാധയെ പിടിച്ചു നിർത്തുന്നുണ്ട്. എടി നീ എന്താണ് ഈ കാണിക്കുന്നത്, ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ, നീ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നോ, ഒന്നും അറിയണ്ട എന്ന് പറയുമ്പോൾ രാധ എന്താ അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. രാധയുടെ അമ്മ പറയുന്നുണ്ട്, അതെ നീ ആ വിക്രമിനെ ശ്രദ്ധിച്ചോ, വിക്രമും വേദയും കൂടെ കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാ, ദേ റൂമിലേക്ക് പോയിട്ടുണ്ട്, കുഴികളൊക്കെ കഴിഞ്ഞ് ഇപ്പം അങ്ങ് അവൻ റൂമിലേക്ക് കയറി പോയതേയുള്ളൂ, നീ അവനോട് ചെന്ന് ചോദിക്ക് എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന്. എൻ്റെ മനസ്സ് കിടന്ന് ഉരുകുക എന്നിങ്ങനെ പറയുമ്പോൾ രാധ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയെ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ കണ്ടതിൻ്റെ വിഷമത്തോടെ റൂമിലിങ്ങനെ വന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് രാധ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രാധ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, വിക്രം ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും നിനക്കെന്താ, ഞാനേ നിൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആളാണ്, കുറച്ച് സമയം കൂടിയേ ഭാര്യയാവാനുള്ളൂ, നിൻ്റെ ജീവിതത്തിൽ എന്താ നടക്കണേന്ന് എനിക്ക് അറിയണമെന്നുള്ള അവകാശമുണ്ട്, ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റത്തില്ല, പറ വിക്രം നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്നാൽ ദേഷ്യം വന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിക്രം അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്തിനാടി എന്നെ ദേഷ്യം പിടിപ്പിക്കാനായി ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കുമ്പോൾ രാധ പറയുന്നുണ്ട്, എനിക്കറിയാം എന്നെ കാണുമ്പോൾ നിനക്ക് ദേഷ്യം വരും, നീ അവളെ കണ്ട് സംസാരിച്ചിട്ടല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്, എന്നോട് അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, പറഞ്ഞല്ലോ പിന്നെ എന്തിനാ നീയും വീണ്ടും ഇത് ചോദിക്കാൻ നിൽക്കുന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധ പറയുന്നുണ്ട്, എടാ വിക്രം നിനക്കറിയത്തില്ലായിരുന്നോ ഇവളുടെ വിവാഹവും ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഈ അമ്പലത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന്, എന്നിട്ട് നീ അതെന്നോട് പറയാതിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയായിരുന്നു എന്ന് രാധയോട് വിക്രം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധ പറയുന്നുണ്ട്, ഇല്ല എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞങ്ങൾ വിവാഹം ഇവിടെ വെക്കാമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നാൽ ഞാനും അതുതന്നെ എനിക്കും ഇത്ര തന്നെ അറിയത്തുള്ളൂ, അവളുടെ വിവാഹം ഇവിടെ നടക്കുമെന്ന് നിന്നെപ്പോലെ എനിക്കും അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് രാധ കാലി തുള്ളിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്കറിയാം എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തുള്ള കളിയാണെന്ന് എനിക്കറിയാം, എന്തായാലും നിൻ്റെ മനസ്സിൽ വല്ലാത്ത വേണ്ടാത്ത വിചാരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്ക്, എന്നെ തഴഞ്ഞ് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വീണ്ടും എന്ന് നിനക്ക് വല്ല മോഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് വിക്രം, ഞാനാണ് നിൻ്റെ ഭാര്യയാവാൻ പോകുന്നത്, ഇതും ഇന്നലെയും ഇന്നും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിലെ എൻ്റെ മനസ്സിൽ കയറി കൂടിയ കാര്യമാണ്, അതെനിക്ക് നടത്തിയെടുത്തേ തീരൂ.
ഇതെങ്ങാനും മുടങ്ങിയാലുണ്ടല്ലോ ഞാൻ നിന്നെയോ നിൻ്റെ അച്ഛനെയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരും. എന്നിട്ട് നിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ തീ കൊളുത്തി ചാവും എന്നിങ്ങനെ പറയുന്നുണ്ട് രാധ. ഇതും പറഞ്ഞുകൊണ്ട് രാധ അവിടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. രാധയുടെ അമ്മ രാധയെ പിടിച്ചു വലിച്ചുകൊണ്ട് കമലാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കമലാമ്മയും വിശ്വവും എല്ലാവരും ശ്രീയും എല്ലാവരും ഉണ്ട്. വിശ്വവും എല്ലാവരും തന്നെ താലികെട്ടിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കമലാമ്മയോട് രാധയുടെ അമ്മ പറയുന്നുണ്ട്, അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്നിങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ കമലാമ്മ പറയുന്നുണ്ട്, ഈ മുഹൂർത്തമാവാനുള്ള സമയത്ത് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കേട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സ്വകാര്യമായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് പറയണോ എന്ന് തറപ്പിച്ച് ചോദിക്കുന്നു. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫാമിലിയിലുള്ള എല്ലാവരെയും, വിശ്വത്തെയും നന്ദിനിയെയും ശ്രീജയെയും മാഷിനെയും എല്ലാവരെയും തന്നെ കൂട്ടിക്കൊണ്ട് അങ്ങ് അമ്പലത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് അവർ സംസാരിക്കുന്നുണ്ട്. എന്താ രാധയുടെ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇത് കേട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. വേദ ഇവിടെ വന്നിട്ടുണ്ടെന്ന് രാധയുടെ അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് കമലാമ്മയും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. വേദ ഇവിടെ വന്നിട്ടുണ്ടോ? ഉടനെ തന്നെ നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്ത്, വേദ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പരതി നാലുപുറം നോക്കുന്നു. അപ്പോൾ നമ്മുടെ വിനയം പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കട്ടെ, നീ ഒന്ന് ഒതുങ്ങിയിരിക്കുക അവിടെ, എന്താ നടക്കുന്നതെന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രാധയുടെ അമ്മ നിർത്തുന്നില്ല, സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. രാധ പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ, വേദയുടെ വിവാഹവും ഇതേ മുഹൂർത്തത്തിൽ ഇവിടെ വെച്ചാണ് നടക്കുന്നത്, ഒരേ മുഹൂർത്തമാണ് രണ്ടുപേരുടെയും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ പ്രശ്നം? അവളുടെ വിവാഹത്തിന് അവൾ വന്നു, ഇതിന് നമ്മൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാധയുടെ അമ്മ പറയുന്നുണ്ട്, അതിന് നമുക്കെന്താ പ്രശ്നമെന്നോ? ആകെ പ്രശ്നമേ ഉള്ളൂ, നിങ്ങളുടെ മകനുണ്ടല്ലോ ആ വേദയുമായി സംസാരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. അതും ഇവരുടെ വിവാഹം നടക്കാൻ 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്താണ് അവർ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടത്. എന്തായാലും നിങ്ങളുടെ മകനെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ താലി കെട്ടണം, അവൻ എൻ്റെ മകളുടെ കഴുത്തിൽ ഇപ്പോൾ തന്നെ താലി കെട്ടണം എന്ന് തറപ്പിച്ച് പറയുക. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, എന്താ നീ പറയുന്നത്? 1 മണിക്കൂർ കൂടിയുണ്ട് നമ്മൾ തീരുമാനിച്ച മുഹൂർത്തത്തിന്, ആ മുഹൂർത്തത്തിലല്ലേ നമുക്ക് വിവാഹം നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, പറ്റത്തില്ല, ഇപ്പോൾ തന്നെ മുഹൂർത്തമൊന്നും നോക്കേണ്ട സമയമില്ല. എന്തായാലും നമ്മുടെ ബന്ധുക്കൾ കുറച്ച് പേര് വന്നുണ്ട്, ചെറുക്കനും പെണ്ണും ഇവിടെ തന്നെയുണ്ട്. എൻ്റെ മകൾക്ക് ഇത്രയൊക്കെ ഒരുക്കം മതി, ഇനി ഒരുങ്ങൊന്നും വേണ്ട, അവനോട് ഡ്രസ്സ് മാറ്റി വേഗം ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, എന്നിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയോ തീരൂ എന്ന് രാധയുടെ അമ്മ പറയുന്നുണ്ട്.